ഓക്കെ, സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ SCERTയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്സിലെ ശബ്ദ തരംഗങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മലയാളംകാർക്കും ഇംഗ്ലീഷുകാർക്കും ഒരേപോലെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ക്ലാസ് എടുക്കുക. അപ്പോൾ രണ്ടുപേർക്കും കേൾക്കാൻ പറ്റും. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവാം. അപ്പോൾ ഇതൊരു പാർട്ടായിട്ടാണ് ഉണ്ടാവുക. ഇന്നിപ്പം കുറച്ച് ഭാഗം നിങ്ങൾക്ക് റെസനൻസ് വരെയുള്ള അനുനാദം വരെയുള്ള പോർഷൻ ആയിരിക്കും എടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഭാഗം, അങ്ങനെ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ പോർഷൻസ് കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കാം. സൗണ്ട് വേവ്സ്, ശബ്ദ തരംഗങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു കുട്ടി ഊഞ്ഞാലിൽ ആടുകയാണ്. നിങ്ങൾ ടൂർ പോയപ്പം ഊഞ്ഞാലിൽ ഒരാൾ 10 പ്രാവശ്യം ആടി അടുത്തയാൾക്ക് കൊടുക്കുക, അടുത്തയാൾ 10 ആടിയിട്ട് അടുത്ത ആൾക്ക് കൊടുക്കുക, അങ്ങനെ ടീച്ചർ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറയാണ് ഇവൾ ഓൾറെഡി 10 പ്രാവശ്യം ആടിയല്ലോ, ഇനി എൻ്റെ സമയമാണ്, എനിക്ക് തരാൻ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി പറയാണ് ഇല്ല ടീച്ചറെ, ഞാൻ 5 പ്രാവശ്യം ആടിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ അത് സമ്മതിച്ചു കൊടുക്കുകയാണ്. ഈ കുട്ടി 5 പ്രാവശ്യം ആടിയിട്ടുള്ളൂ, 10 പ്രാവശ്യം ആയില്ല. അപ്പം നമുക്കൊരു സംശയം വരണ്ട, എന്തുകൊണ്ടാണ് ഈ ആൺകുട്ടിക്ക് തോന്നിയത് നമ്മൾ 10 പ്രാവശ്യം ആടിയല്ലോ, എന്തുകൊണ്ട് 5 പ്രാവശ്യം എന്ന് ടീച്ചർ പറഞ്ഞു എന്നൊരു സംശയം ആ കുട്ടിക്ക് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്കും ഉണ്ടായല്ലോ. അപ്പം നിങ്ങൾക്ക് ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാവണം. അപ്പം അങ്ങനെയാണ് നമുക്കതിൻ്റെ കാര്യങ്ങളിലോട്ട്, നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോകാൻ പോകുന്നത്. എന്തുകൊണ്ടെന്നൊക്കെ നമുക്ക് ഈ പാഠം പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. 5 പ്രാവശ്യമാണ് ഈ കുട്ടി ആടിയെന്ന് പറയുന്നത്. നമ്മളെ ഭാഗം നോക്കാം. Why did the teacher agree with the child on the swing? അതായത് എന്തുകൊണ്ടാണ് 5 പ്രാവശ്യം ആടി എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടീനോട് സമ്മതിച്ചു കൊടുത്തത്? ഹെൽപ്പ് ചെയ്ത് കൊടുത്തതാണോ? അല്ലല്ല, ടീച്ചർ കറക്റ്റായിട്ട് 5 പ്രാവശ്യം ആടിയിട്ടുള്ളൂ എന്ന് കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് നോക്കാം. നമ്മളിപ്പം ഒരു സ്വിങ് നോക്കുകയാണ്. ഒരു സ്വിങ്, ഇത് നമ്മുടെ ഊഞ്ഞാൽ. ആദ്യം നമ്മൾ ഇരിക്കുന്ന സ്ഥലമില്ലേ ഊഞ്ഞാലിൽ, നമ്മൾ ആദ്യം ഇരിക്കുന്ന സീറ്റ്, അതിനെ ഈ O ആയിട്ട് കൺസിഡർ ചെയ്യാം. ഊഞ്ഞാലിൽ ഇരിക്കുന്ന സീറ്റിനെ O ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിളിക്കുന്നത്. ഇക്വിലിബ്രിയം പൊസിഷൻ. ആ ഒരു പൊസിഷനിൽ എങ്ങനെയാണ് ആടുക? ആദ്യം മുന്നോട്ടേക്ക് പോയി, പിന്നെ തിരിച്ച് ആ പൊസിഷനിലോട്ട് എത്തി, പിന്നെയും പിറകോട്ടേക്ക് പോയി, വീണ്ടും ആ പൊസിഷനിലോട്ട് എത്തി. അങ്ങനെയല്ലേ ഒരു ഊഞ്ഞാലിലാടുക? മുന്നോട്ട് പോയി, വീണ്ടും ആ പൊസിഷനിലെത്തി, ബാക്കോട്ടേക്ക് പോയി, വീണ്ടും ആ പൊസിഷനിലെത്തി. അങ്ങനെയല്ലേ ആടുക? അപ്പം അങ്ങനെ മുന്നോട്ട് പോയി ബാക്കോട്ട് പോയി വീണ്ടും ആ പൊസിഷനിലെത്തുന്ന അതിനെ മാത്രമാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുക? ഒരു ആട്ടമായിട്ട്, ഒരു ടേൺ ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അതായത് വെറുതെ ഒന്ന് മുന്നോട്ട് പോയി ബാക്കോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് കണക്കാക്കില്ല? ഒന്നും കണക്കാക്കില്ല. മുന്നോട്ടേക്ക് പോയി തിരിച്ചവിടെ എത്തി, പിറകോട്ടേക്ക് പോയി തിരിച്ച് ആ ഓയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ? അതിന് ഒരു ടേൺ ആയിട്ട് പറയുള്ളൂ. ഓയിൽ നിന്നും ബിയിലെത്തി, ബിയിൽ നിന്നും തിരിച്ച് ഓയിലൂടെ എയിലേക്ക് പോയിട്ട് തിരിച്ച് ഓയിലെത്താം. ശ്രദ്ധിച്ച് കേൾക്കണേ, കേൾക്കാത്തവർ റിപ്പീറ്റ് അടിച്ച് കേട്ട് നോക്കാം. അങ്ങനെയാണ് നമ്മളതിന് ഒരു ടേൺ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഈ കുട്ടി 5 ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 5 ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 പ്രാവശ്യം കുട്ടി എന്ത് ചെയ്തു? ഒരു പ്രാവശ്യം ഓയിൽ നിന്ന് ബിയിലേക്ക് പോയി, എയിലേക്ക് പോയി, വീണ്ടും ഓയിലേക്ക് എത്തി. അങ്ങനെ 5 പ്രാവശ്യം ആ കുട്ടി പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് 5 ടേൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 5 ടേൺ ആണ് ഞാൻ കറങ്ങിയതെന്ന് ആ കുട്ടി പറഞ്ഞത്. അപ്പോൾ ബോയ് എന്താ വിചാരിച്ചിട്ടുണ്ടാവുക? എയിൽ മുകളിലേക്ക് ബിയിൽ പോയി തിരിച്ച് ഓയിലെത്തി അത് 1 ആക്കി കൂട്ടാം. ഓയിൽ നിന്ന് എയിലേക്ക് പോയിട്ട് തിരിച്ച് ഓയിലേക്ക് എത്തിയാൽ 2 ആക്കി കൂട്ടാം. വീണ്ടും ഓയിൽ നിന്ന് ബിയിലേക്ക് പോയിട്ട് ഓയിലേക്ക് എത്തിയാൽ 3 ആയിട്ട് കൂട്ടാം. അങ്ങനെ ആ കുട്ടി വിചാരിച്ച് കാണും. അതുകൊണ്ടാണ് അവന് 10 ആയിട്ട് തോന്നിയത്. പക്ഷെ ശരിക്കും എങ്ങനെയാണ്? ഓയിൽ നിന്ന് ബിയിലെത്തി, തിരിച്ച് ഓയിലൂടെ എയിലേക്ക് പോയി, എയിൽ നിന്ന് തിരിച്ച് ഓയിലെത്തുക. അതാണ് ഒരു ടേൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ സ്പീഡ് കൂടുതലാണെങ്കിൽ ഒന്ന് സൗണ്ട് കുറച്ചിട്ട് ആ ഭാഗം ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടേൺ എന്താണ്, ഒരു ഓസിലേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് ദ സ്വിങ് ഹാവ്? സ്വിങ്ങിൻ്റെ ഓസിലേഷൻ ഏത് മോഷനാണ്? സർക്കുലർ ആണോ ഓസിലേറ്ററി ആണോ? ഈ വൃത്താകൃതിയിലാണോ കറങ്ങുന്നത്? അല്ല, ഓസിലേറ്ററി ആണ് അല്ലേ? ഓസിലേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓസിലേറ്ററി ആണ് വരിക. What is the initial position of the swing when it starts oscillating from its free state? ആദ്യം ഓസിലേഷൻ തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ, തുടക്കത്തിലുള്ള പൊസിഷൻ ഏതാണ്? ഓ അല്ലേ? തുടങ്ങുന്നതിന് ഇക്വിലിബ്രിയം പൊസിഷനാണ് വിളിക്കുക. ആ ഒരു പൊസിഷനാണ് തുടങ്ങുന്നത്. ഓസിലേഷൻ എന്താണെന്നുള്ള ഡെഫിനേഷൻ മലയാളം കാര്യം ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഓസിലേഷൻ ഇസ് എ പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻ. ഇൻ വിച്ച് ആൻ ഒബ്ജെക്ട് മൂവ്സ് ടു ആൻഡ് ഫ്രോ. മുന്നോട്ടും പിറകോട്ടും എന്നുള്ള അർത്ഥത്തിലാണ് ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം. നിശ്ചിതമായ ഇടവേളകളിൽ അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ് ആ ഒരു ഓസിലേഷൻ മൂവ്മെൻറ്റ് നടക്കുന്നത്. അതായത് ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജെക്ട് മൂവ്സ് ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം എബൌട്ട് ഇറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ. അതാണ് ഓസിലേഷൻ. 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഓസിലേഷൻ ഉള്ളത്. നെക്സ്റ്റ്, in the figure, what is the maximum displacement to one side of the equilibrium position? Maximum displacement എത്രയാണ് ഇവിടെ? ഒരു സൈഡിലേക്കാണ് ചോദിക്കുന്നത്. പ്രത്യേകം ചോദിക്കുന്നത് ഒരു സൈഡിലേക്കുള്ള അതിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? മാക്സിമം എത്ര ഉയരത്തിലോട്ടാണ് പോകുന്നത്? ഓയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന ഉയരം അവിടെ എന്തോ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. എന്താ അത്? എ അല്ലേ മാക്സിമം അല്ലേ? ഓയിൽ നിന്നും ബിയിലേക്ക് എത്തുക പറഞ്ഞാൽ എ ഉയരത്തിലോട്ടാണ് അത് പോകുന്നത്. മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വരുന്നത്. നെക്സ്റ്റ്
Okay. The magnitude of maximum displacement to one side from its equilibrium position is amplitude. അതായത് ശ്രദ്ധിക്കണേ, the magnitude of maximum displacement to one side from its equilibrium position is amplitude. Amplitude എന്ന് വെച്ചാൽ മലയാളത്തിൽ ആയത് എന്നാണ് പറയുക. അതായത് ഒരു സൈഡിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് യോന്ന് പൊസിഷനിൽ നിന്നും ബി ആണ് ഇവിടുത്തെ മാക്സിമം ദൂരം അല്ലേ പോയത്. ആ പൊസിഷനിലേക്കുള്ള ആ ഒരു ദൂരത്തിന് എ എന്ന് പറയുന്ന ദൂരത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ്, ആയത്, മാക്സിമം ഡിസ്റ്റൻസ്. ഉയരത്തിലോട്ട് അത് പോയിട്ടുണ്ട്. ആ ഒരു മാക്സിമം ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. അതിന്റെ സിമ്പലും എ തന്നെയാണ്. SI യൂണിറ്റ് മീറ്റർ. ദൂരല്ലേ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരത്തിന്റെ ഒരു അളവല്ലേ. അപ്പോൾ എന്ത് പറയാം, SI യൂണിറ്റ് എന്ത് തന്നെയായിരിക്കും, മീറ്റർ എന്നാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഡസ് ദ സ്വിംഗ് കംപ്ലീറ്റ് വൺ ഓസിലേഷൻ? നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ചിട്ട് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പെൻഡുലം ഓന്ന് തുടങ്ങി ബിയിലെത്തി തിരിച്ച് ഓയിലെത്തിയപ്പോഴാണോ, അതോ ഓയിൽ നിന്ന് ബിയിലെത്തി തിരിച്ച് ഓയിലൂടെ എയിലെത്തി തിരിച്ച് ഓയിലോട്ട് വന്നപ്പോഴാണോ? എപ്പോഴാണ് ഒന്ന് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുക? ഇവിടെ ആൻസർ ചെയ്യാലോ. ഓന്ന് എയിലെത്തി പിന്നെ തിരിച്ച് ഓയിലോട്ട് വരുമ്പോഴാണോ, അതോ ഓന്ന് എയിൽ പോയി ബിയിലും പോയി തിരിച്ച് ഓയിലോട്ട് എത്തുമ്പോഴാണോ? രണ്ടാമത് പറഞ്ഞ കാര്യം അല്ലേ. അതായത് ബാക്കോട്ടൊക്കെ പോകുന്നെങ്കിൽ എന്താണ് അർത്ഥം? ഓന്ന് എയിലേക്ക് പോയി തിരിച്ച് ഓയിലെത്തി തിരിച്ച് ബിയിലോട്ട് പോയി തിരിച്ച് ഓയിലെത്താം. രണ്ട് ഭാഗത്തോട്ടും പോയി തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തുന്നതാണ് എന്ത്, ഒരു ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ആംപ്ലിറ്റ്യൂഡില്ല, ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്റ്റൻസ്, അത് എ വെച്ചിട്ട് സൂചിപ്പിക്കുന്നു പറയുന്നുണ്ട്. A swing completes one oscillation when the pendulum starts from O, goes to both sides and then returns to O. കണ്ടോ, അതിൻ്റെ ഉത്തരം ഇതവിടെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് തുടങ്ങി എയിലോട്ട് പോയി തിരിച്ച് ഓയിലൂടെ ബിയിലോട്ട് പോയി തിരിച്ച് ഓയിലെത്തുക. അതാണ് അതിൻ്റെ ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. An oscillation is completed when the body returns to its initial position in the same direction from where it started. നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ തന്നെ. എയിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിലോ, അടുത്ത ചോദ്യം, നിങ്ങളിപ്പോൾ ഓന്ന് തുടങ്ങുന്ന കാര്യം പറഞ്ഞു, എയിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? എയിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ തിരിച്ച് എയിൽ തന്നെ എത്തണ്ടേ. എയിൽ നിന്ന് ഓയിലേക്ക് പോയി, ഓയിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് പിന്നെ ഓയിലേക്ക് പോയി, പിന്നെ എയിലേക്ക് എത്താം. തുടങ്ങിയെടുത്ത് തന്നെ എത്തണം, അതാണ് ഉദ്ദേശിക്കുന്നത്. തുടങ്ങിയെടുത്ത് തന്നെ എത്തണം, എല്ലാ ഭാഗത്തും പോയിട്ട്. അപ്പം അതാണ് ഇവിടെ പറഞ്ഞത്. when starts from A reaches B and returns to A. എയിൽ നിന്ന് തുടങ്ങി ബിയിലെത്തി തിരിച്ച് എയിലേക്ക് എത്താം, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. What could be the reason that the number of oscillations counted by the child waiting for his turn to swing and the child on the swing were different? Discuss and find out. Now you understood how to count and oscillations accurately. അപ്പോൾ കുട്ടി പറഞ്ഞ കാരണം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഒരു കുട്ടി എന്തേ വിചാരിച്ചിട്ടുള്ളൂ? ഈ ആൺകുട്ടി എന്താ വിചാരിച്ചത്? ആൺകുട്ടി വിചാരിച്ചത് മുന്നോട്ട് പോയി ബാക്കോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ഓസിലേഷൻ ആണെന്നാണ് വിചാരിച്ചത്. ശരിക്കും അങ്ങനെയല്ല. മുന്നോട്ട് പോയി ബാക്കോട്ടേക്ക് വന്ന് ബാക്കോട്ടേക്ക് പോയി തിരിച്ചവിടെ എത്തിയപ്പോഴാണ് അത് ഒന്നായിട്ട് കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് കൂടുതലായിട്ട് ഈ കുട്ടി ആടിയെന്ന് തോന്നിയത്. ഈ കുട്ടി പറഞ്ഞ കാര്യം തെറ്റാണ്. റൈറ്റ്. നെക്സ്റ്റ്, ഗിവ് മോർ എക്സാമ്പിൾസ് ഓഫ് ഓസിലേറ്ററി മോഷൻ. പറഞ്ഞു പറയാലോ. എന്താണ് പെൻഡുലം ക്ലോക്കിൻ്റെ? ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് പറയാത്ത കാര്യമാണ്. ഒന്ന് ഇവിടെ നോക്കിയേക്ക്. പെൻഡുലം ക്ലോക്ക് ആടുന്നത് നിങ്ങൾക്ക് അറിയാലോ. ഇങ്ങോട്ടേക്ക് പോയി തിരിച്ച് ഇങ്ങോട്ടേക്ക് പോയി ഇങ്ങോട്ട് പോയി ഇങ്ങനെ പോയി തിരിച്ചിങ്ങനെ പോകുന്നില്ല. അതാണ് ഇൻവാർ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് അതിൽ ഉപയോഗിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അത് എക്സ്ട്രാ റീഡിംഗ് ആണ്, എന്നാലും ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇൻവാർ എന്ന് പറഞ്ഞാൽ എലോയാണ്, ലോഹസങ്കരാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, ഈ പെൻഡുലത്തിൽ ഉപയോഗിക്കുന്നത്. ഓസിലേറ്ററി മോഷൻ, മോഷൻ ഓഫ് എ പെൻഡുലം ഓഫ് എ ക്ലോക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെന്താ നിങ്ങളിപ്പം പഠിച്ചതാണ് സ്വിങ്ങിൻ്റെ മോഷൻ. മോഷൻ ഓഫ് എ സ്വിങ്, ഫുള്ളായിട്ട് എഴുതുന്നില്ല. സ്വിങ്, മോഷൻ ഓഫ് എ സ്വിങ്. Have you ever noticed how many oscillations the pendulum in a clock repeats for a time change of 1 minute? Ever noticed how many oscillations pendulum in a clock completes for a time change of 1 minute എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു മിനിറ്റിൽ എത്ര ഓസിലേഷൻസ് ആണ് ഉണ്ടാവുക എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു മിനിറ്റിൽ എത്ര ഓസിലേഷൻസ് ആണ് ഉണ്ടാവുക എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാമല്ലോ. ഒരു സെക്കൻഡ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിലെ ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം. ഓക്കെ, ടൈം ഫോർ 30 hours. ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. ഒരു പെൻഡുലം ഒരു മിനിറ്റ് കൊണ്ട് എത്ര എന്നുള്ളത് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തോട്ട് കിടക്കാം. ഇഫ് എ പെൻഡുലം ടേക്സ് 1 minute ടു കംപ്ലീറ്റ് 30 ഓസിലേഷൻസ്. 30 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 1 minute ആണ് എടുക്കുന്നത്. നോക്കാം, ഞാൻ പെട്ടെന്ന് അതിലൊരു ഭാഗത്തേക്ക് ഇങ്ങനെ പെട്ടെന്ന് നോക്കി നോക്കിയാണ്. നിങ്ങൾക്ക് വേണോ വേണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയതാണ്. വേണ്ട. ഓക്കെ, റെഡി.
അപ്പോൾ 1 മിനിറ്റ് ആണ് 30 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും? അതായത് 30 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട്? 1 മിനിറ്റ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 60 സെക്കൻഡ്. അതായത് 30 ഓസിലേഷന് 60 സെക്കൻഡ് ആണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഓസിലേഷന് എത്ര ടൈം ആയിരിക്കും എടുക്കുന്നുണ്ടാവുക? 30 ഓസിലേഷൻ 60 സെക്കൻഡ് ആണെങ്കിൽ ഒരു ഓസിലേഷൻ എത്ര ടൈം? എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ ആൻസർ വരിക? എത്ര സെക്കൻഡ് ആണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. 60/30 എങ്ങനെ വരിക? എക്സ് ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് വരും. 60/30 2 സെക്കൻഡ്സ് വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 30 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 60. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 60/30 2 സെക്കൻഡ്സ് ആണ് വരിക. ഒരു ഓസിലേഷന് 2 സെക്കൻഡ് ആണ് എടുക്കുക എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. റെഡി അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ഇസ് കോൾഡ് പീരീഡ്. എത്ര ടൈം എടുക്കും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ? അങ്ങനെ ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരീഡ്. പീരീഡ് എന്ന് വിളിക്കും. സിമ്പിൾ നമ്മൾ ടി എന്നാണ് കൊടുക്കുക. ടൈമിൻ്റെ ടി ആണ് നമ്മൾ കൊടുക്കുക. അത് സെക്കൻഡ് ആയിരിക്കും അറിയാലോ. സമയം എന്ന് വെച്ചാൽ സെക്കൻഡ് ആയിരിക്കും അതിൻ്റെ യൂണിറ്റ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ദ സെയിം പെൻഡുലം കംപ്ലീറ്റ്സ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഇതിപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താണ്? ഒരു സെക്കൻഡ് കാര്യമാണോ? അല്ല, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നതാണ് ചോദിച്ചത്. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ 1 മിനിറ്റിൽ 60 സെക്കൻഡിൽ എത്ര ഓസിലേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ക്വസ്റ്റ്യനിൽ? 60 സെക്കൻഡിൽ 30 ഓസിലേഷൻ. 60 സെക്കൻഡ് അതായത് 1 മിനിറ്റിൽ 30 ഓസിലേഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ? 60 സെക്കൻഡിൽ 30 ഓസിലേഷൻ. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ആയിരിക്കും? ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. എക്സ് ആയിട്ട് എടുക്കാം. എത്ര ഓസിലേഷൻ ആണെന്നുള്ളത് എത്രയാണ് വരിക? 30/60. എത്രയാണ് വരിക? 1/2 0.5 ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. റെഡി അല്ലേ? അതായത് 60 സെക്കൻഡിൽ 30 ഓസിലേഷൻ. അങ്ങനെയാകുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ എന്നുള്ളതാണ് എക്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 0.5. റെഡി അല്ലേ? ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ഇസ് കോൾഡ് ഫ്രീക്വൻസി. ഒരു സെക്കൻഡിലുള്ള ഓസിലേഷൻ, ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് ആണോ നടക്കുന്നത് അതിനെ നമ്മൾ എന്ത് പറയുകയാണ്? അതിൻ്റെ ഫ്രീക്വൻസി എന്ന് വിളിക്കും. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ, ഒറ്റ സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് ആണോ നടക്കുന്നത്, ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് ആണോ നടക്കുന്നത് അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഫ്രീക്വൻസി എന്ന് വിളിക്കും. ആവൃത്തി എന്ന് മലയാളത്തിൽ പറയും. ആവൃത്തി. അപ്പം ആവൃത്തിയുടെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹെർട്സ് ആണ്. ഹെർട്സ്. ഹെൻറിച്ച് ഹെർട്സ് എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റിൻ്റെ ബഹുമാനാർത്ഥമാണ് അങ്ങനെ പേര് വരുന്നത്. ഫ്രീക്വൻസിയുടെ ലെറ്റർ എന്ന് പറയുന്നത് F ആണ്. വലിയ വലിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ന്യൂ എന്ന് പറഞ്ഞൊരു സിമ്പൽ കാണാം. നിങ്ങൾക്ക് F വെച്ച് പഠിച്ചാൽ മതി. F ആണ് വരുന്നത്. ഓക്കെ. ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് F ആണ്. ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ F ആണ്. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ് ആണ്. ഹെൻറിച്ച് ഹെർട്സിൻ്റെ ബഹുമാനാർത്ഥമാണ് അങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊരു എക്സാമ്പിളാണ്. നമുക്ക് നോക്കാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. നമ്മളിപ്പം ഇങ്ങനെ ഒരു കണക്ഷൻ എടുക്കുക. ഒരു ബോബ്. ഇതിലേക്ക് നമ്മൾ ഒരു കണക്ഷൻ കൊടുത്തതിന് ശേഷം ഒരു ബോബ്, ഒരു വട്ടത്തിലുള്ള കുറച്ച് വെയിറ്റുള്ള ഒരു വസ്തു നമ്മളിവിടെ തൂക്കിയിടുകയാണ്. തൂക്കിയിട്ടു. സ്ട്രിങ്ങിൽ തൂക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഹാങ് ചെയ്യാൻ അനുവദിക്കുകയാണ്. പിന്നെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഏകദേശം നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ പോലത്തെ ഒരു രൂപമാക്കി വെച്ചിരിക്കുകയാണ്. ബോബ് പോലെ കണക്ട് ചെയ്ത് വെച്ച്. സിമ്പിൾ പെൻഡുലം അല്ല, നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തു. എന്നിട്ട് നിങ്ങളോട് പറയുകയാണ് അതിനെ നിങ്ങൾ ഒന്ന് ഈ പറയുന്ന പോലെ ലെങ്ത്ത് മാറ്റാം. ഇതിനെ ലെങ്ത്ത് മാറ്റാൻ പറ്റും. അതായത് ഇതൊക്കെ ഈ ഒരു ലെങ്ത്ത് എന്നുള്ളത് മാറ്റിക്കൊണ്ടേയിരിക്കാം. ആദ്യം 25 സെക്കൻഡ് എന്നുള്ള രീതിയിൽ ആ ബോബ് കെട്ടിവെക്കാം. അതായത് ഈ ഒരു പൊസിഷനിൽ നിന്നും ഇവിടത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 25 സെക്കൻഡായിട്ട് ആദ്യം അറേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ദൂരം മാറ്റാൻ പറ്റും. ആദ്യം ഇവിടെ പറഞ്ഞ പോലെ 25 സെക്കൻഡായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ 10 തവണ ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര സമയമെടുക്കും എന്ന് നിങ്ങൾ എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. ഇത് ശരിക്കും നിങ്ങൾ ലാബിൽ അല്ലെങ്കിൽ സ്കൂളിൽ എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പക്ഷെ ജസ്റ്റ് നമ്മളുടെ ഒരു സൗകര്യത്തിന് എക്സാമ്പിളാണ്. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി വെക്കരുത്. എക്സാമ്പിൾ നമ്മൾ പറയാമെന്ന് വെച്ചാൽ, അതായത് 25 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ നമ്മൾ തൂക്കിയിട്ടിട്ട് നമ്മളിതിനെ ഓസിലേറ്റ് ചെയ്യിച്ചപ്പോൾ 10 സെക്കൻഡ് കൊണ്ടാണ് 10 ഓസിലേഷൻ ഉണ്ടായതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആണ്, 10 സെക്കൻഡ് കൊണ്ടാണ് 10 തവണ അത് ഓസിലേറ്റ് ചെയ്തതെങ്കിൽ 60 സെൻറ്റിമീറ്റർ ദൂരത്തിൽ കുറച്ചുകൂടി ലെങ്ത്തിൽ താഴോട്ട് തൂക്കിയിട്ടപ്പോൾ, നിലത്ത് കട്ടരുതേ, നിങ്ങൾ വരക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. കുറച്ചുകൂടി ലെങ്ത്തിൽ താഴോട്ട് നോക്കിയിട്ട് നമ്മളതിനെ ഓസിലേറ്റ് ചെയ്യിച്ചപ്പോൾ അത് 20 സെക്കൻഡാണ് എടുത്തതെങ്കിൽ എന്തിന്? 10 ഓസിലേഷൻ 20 സെക്കൻഡ് ആണെങ്കിൽ 100 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ തൂക്കിയിട്ടപ്പോൾ, നല്ലോണം താഴോട്ട് തൂക്കിയിട്ടപ്പോൾ, നിലത്ത് കെട്ടാതെ തൂക്കിയിട്ടപ്പോൾ 30 സെക്കൻഡുമാണ് എടുത്തതെങ്കിൽ, നമ്മളൊരു ജസ്റ്റ് ഒരു തോന്നിയ പോലെ എടുക്കുന്നതാണ്. ഇത് നിങ്ങൾ എഴുതേണ്ട വാല്യൂ അല്ല. ലാബിൽ സ്കൂളിൽ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പീരീഡും ഫ്രീക്വൻസിയും കാണാനാണ് പറയുന്നത്. പീരീഡ് കാണാൻ എന്താ പറയുന്നത്? ടോട്ടൽ ടൈം. എത്ര സമയം എടുത്തു?
10 സെക്കൻഡ് എടുത്തു. 10 ഓസിലേഷന് 10 സെക്കൻഡ്. ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. എത്ര ഓസിലേഷന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ നോക്കിയേ? 10. 10/10 എത്ര വരും? 1 എന്ന് വരും. റെഡിയല്ലേ? അപ്പോൾ ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത് 1 ആണ്. നെക്സ്റ്റ് ടോട്ടൽ ടൈം എത്രയാണ്? 20 സെക്കൻഡ്. എത്ര ഓസിലേഷന് വേണ്ടി തന്നെയാണ്? 10. അപ്പോൾ 20/10 എത്രയാണ്? 2. 20/10 ഞാൻ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പറഞ്ഞാൽ മതി അല്ലേ? 20/10 2 ആണ് അവിടുത്തെ ടൈം വരുന്നത്, 2 സെക്കൻഡ്. മറ്റേതാണെങ്കിൽ 30/10 3 സെക്കൻഡ് വരും. റെഡിയല്ലേ? ഓസിലേഷൻ്റെ എണ്ണം നമ്മൾ എടുത്തത് എപ്പോഴും സെയിം ആണ്, 10 ഓസിലേഷൻ. ഇനി അതിൻ്റെ ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈം. അതായത് ഇന്നേ ഒരു ടൈമിൽ എത്ര ഓസിലേഷൻസ് നടന്നു എന്നുള്ളതാണ്. ഇന്നേ ഒരു ടൈമിൽ എത്ര ഓസിലേഷൻസ് നടന്നു. ഇവിടെ ടൈം എത്രയാണ്? 10 ഡിവൈഡഡ് ബൈ എത്ര ഓസിലേഷൻസ് ആണ് പറഞ്ഞത്? എത്ര ഓസിലേഷൻസ് ആണ്? 10. ഇവിടെ എത്രയാണ് ടൈം? 10. സെയിം തന്നെ. അപ്പോൾ 10/10 ചെയ്ത് കഴിഞ്ഞാൽ 1 വരും. പിന്നെ അടുത്തത് നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈം. രണ്ടാമത്തെ എത്ര ഓസിലേഷൻസാണ്? 10. ടൈം എത്ര എടുത്തത്? 20. അപ്പോൾ 10/20 എത്രയാണ്? 10/20 എന്ന് വെച്ചാൽ 1/2 അല്ല. 1/2 എന്ന് പറയുമ്പോൾ എത്രയാണ് അതിൻ്റെ അർത്ഥം? 0.5 വരും. 0.5 വരും. 0.5. നെക്സ്റ്റ് നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ. നമ്പർ ഓഫ് ഓസിലേഷൻ എപ്പോഴും 10 ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഒരു തിയറട്ടിക്കലായിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് ശരിക്കുള്ള വാല്യൂസ് ഇത്രയല്ല ടൈം വരിക. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കണം. 10 ഡിവൈഡഡ് ബൈ 30 എത്രയാണ് വാല്യൂ വരിക? ടൈം കൊടുത്തു കഴിഞ്ഞാൽ 0.33 വരും. 0.33 വരും. റെഡിയല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി വെൻ ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഇൻക്രീസസ്? പെൻഡുലത്തിൻ്റെ ലെങ്ത് കൂടുന്തോറും അതിൻ്റെ ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിച്ചു? ഫ്രീക്വൻസി കുറഞ്ഞു വരികയല്ലേ? ആദ്യം 1 ഉണ്ടായിരുന്നു. 25 സെൻറ്റിമീറ്റർ ലെങ്ത് ആകുമ്പോൾ 1 ആയിരുന്നു ഫ്രീക്വൻസി. 60 ആയപ്പോൾ 0.5 ആയി. 100 ആകുമ്പോൾ 0.33 ആയി. കറക്റ്റ് വാല്യൂസ് അല്ല, ഞാൻ തോന്നിയ പോലെ കൊടുത്തതാണ്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. അപ്പം ഫ്രീക്വൻസിയുടെ വാല്യൂ കുറഞ്ഞു വരികയാണ്. അതായത് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസിയുടെ വാല്യൂ കുറഞ്ഞു വരികയാണ്. വെൻ ദ ലെങ്ത് ഓഫ് പെൻഡുലം ഇൻക്രീസസ്. പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ഫ്രീക്വൻസി, അതിൻ്റെ ആവൃത്തി കുറഞ്ഞു വരികയാണ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പീരീഡ് ആൻഡ് ഫ്രീക്വൻസി? സെയിം. പീരീഡും ഫ്രീക്വൻസി നമ്മൾ റിലേഷൻ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ ആണ് പീരീഡ്. നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം ആണ് ഫ്രീക്വൻസി. അവർ പറച്ചിൽ തന്നെ കിട്ടുന്നുണ്ടല്ലോ. ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ പീരീഡ്, നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം ഫ്രീക്വൻസി. ഓപ്പോസിറ്റ് അല്ലേ വരുന്നത്? അപ്പോൾ പീരീഡും ടൈം ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ടൈം എത്രയാണ്? ടൈം ഇപ്പം 5 ആണെങ്കിൽ പീരീഡ് എത്രയായിരിക്കും? 1/5 ആയിരിക്കും. ടൈം ഇപ്പം 6 ആണെങ്കിൽ പീരീഡ് എത്രയായിരിക്കും? 1/6 ആയിരിക്കും. ടൈം പീരീഡ് ഇപ്പോൾ 6 ആണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും? 1/6 ആയിരിക്കും. ടൈം പീരീഡ് ഇപ്പം 5 ആണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും? 1/5 ആയിരിക്കും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പദ്ധതി അല്ലേ? ടൈം പീരീഡ് എത്രയാണോ അതിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഇപ്പോൾ ഫ്രീക്വൻസി 5 എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് എത്രയായിരിക്കും? 1/5 ആയിരിക്കും. റെഡി അല്ലേ? അങ്ങനെയാണ്. ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പീരീഡ് 1/t. ആസ് എ പീരീഡ് ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് റേഡിയോ ടെലിവിഷൻ ട്രാൻസ്മിഷൻ്റെ ഒക്കെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. 1 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹെർട്സ് ആണ് നിങ്ങൾക്ക് അറിയാം? 1 കിലോ ഹെർട്സിൻ്റെ കാര്യമൊക്കെ നമ്മൾ പലയിടത്തും പറയണം. 1 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ 1000 ഹെർട്സ് ആണ്. 10⁻³ ഹെർട്സ് ആണ്. 10⁻³ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000. 1 മെഗാ ഹെർട്സ്, മെഗാ എന്ന് കേൾക്കുമ്പോൾ 10⁻6 എന്ന് മനസ്സിൽ ഓർമ്മ വരണം. 1 മെഗാ ഹെർട്സ് എന്ന് പറഞ്ഞാൽ 10⁻6 ഹെർട്സ് ആണ്. പിന്നെ നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് ലാബിൽ ഉപയോഗിക്കുന്നില്ലേ? നിങ്ങൾ കയ്യിലെടുത്തിട്ട് തട്ടി നോക്കുന്നൊക്കെ ഓർമ്മിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചിലതിൻ്റെ മുകളിൽ ചിലതിൻ്റെ എല്ലാത്തിൻ്റെ മുകളിൽ ഹെർട്സ് എഴുതിയ കാണാൻ പറ്റും. എത്ര ഫ്രീക്വൻസിയാണെന്നുള്ളതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. 256 ഹെർട്സ് കാണാം, 500 and something ഹെർട്സ് കാണാം. അങ്ങനെ ഓരോന്നിനും ഓരോ ഹെർട്സ് ഉണ്ട്. അത് അത്രയും ഫ്രീക്വൻസി നമ്മുടെ ടൈമിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് കണ്ടോ? മാർക്കിങ്. ഈ കാണിച്ചിരിക്കുന്ന മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്യൂണിംഗ് ഫോക്കിൻ്റെ ഫ്രീക്വൻസിയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്? 256 ഹെർട്സ് ഉള്ളതും 500 and something ഹെർട്സ് ഉള്ളതും ആയിട്ടുള്ള ഏതെങ്കിലും 2 ട്യൂണിംഗ് ഫോക്സ്, ഒന്ന് 256ഉം ഒന്ന് 500 and something ഉള്ളതും, അത് രണ്ടും നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക സെയിം സൗണ്ടാണോ ഉണ്ടാക്കുക? അല്ല, വ്യത്യസ്തമായിട്ടുള്ള സൗണ്ടാണ് ഉണ്ടാക്കുക. കാരണം എന്താ? അതിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ നമ്പർ ഓഫ് ഓസിലേഷൻസ്, ഒരു സെക്കൻഡിലുള്ള നമ്പർ ഓഫ് ഓസിലേഷൻസ് പറയുന്നത് ഡിഫറെൻ്റ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ when objects vibrates freely, it vibrates in its innate frequency, is the natural frequency of that object. നമ്മൾ
ഒരു ഒബ്ജക്റ്റിനെ വെറുതെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുകയാണ്? അത് വൈബ്രേറ്റ് ചെയ്യും. ഈ ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അത് വൈബ്രേറ്റ് ചെയ്യും. അത് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി, അതിൻ്റെ നോർമലി ഉള്ള ഫ്രീക്വൻസി. ഈ ഒരു 256 ഹെർട്സിലുള്ള ട്യൂണിംഗ് ഫോർക്ക് ആണെങ്കിൽ അത് അടിച്ചു കഴിഞ്ഞാൽ 256 ഹെർട്സിലാണത് എന്ത് ചെയ്യുക? 256 ഹെർട്സിലാണത് വൈബ്രേറ്റ് ചെയ്യാം. ഇപ്പോൾ 500 സംതിങ് വരികയാണെങ്കിൽ അത് അടിച്ചു കഴിഞ്ഞാൽ 500 സംതിങ് ആ ഒരു റേഞ്ചിലാണ് എന്ത് ചെയ്യുക? ആ ഒരു അതേ ഫ്രീക്വൻസിയിലാണ് അത് വൈബ്രേറ്റ് ചെയ്യുക. അങ്ങനെ അതിൻ്റെ സ്വാഭാവികമായിട്ട് അതിൻ്റെ തന്നെ ഫ്രീക്വൻസിയിൽ അത് വൈബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇന്നേറ്റ് ഫ്രീക്വൻസി അതിൻ്റെ തന്നെ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതിന് നമ്മളതിനെ നാച്ചുറൽ ഫ്രീക്വൻസി, സ്വാഭാവിക ആവൃത്തി എന്നാണ് വിളിക്കുക. നാച്ചുറൽ ഫ്രീക്വൻസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ നീളം, സൈസ്, ഇലാസ്റ്റിസിറ്റി, നേച്ചർ ഓഫ് മെറ്റൽ ഇങ്ങനത്തെ വസ്തുവാണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഫോഴ്സ് വൈബ്രേഷനും റെസൊണൻസും പറയണമെന്ന് വിചാരിച്ചായിരുന്നു. വീഡിയോ ഭയങ്കര ലെങ്തി ആവുന്നതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. പാർട്ട് 2 ആയിട്ട് ഇതിൻ്റെ ബാക്കി ഉണ്ടാവുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വരുവാണ്. നിങ്ങളുടെ ഫീൽഡിലേക്ക് തന്നെ വരും, ഇല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക? അങ്ങനെ ചെയ്യുക കേട്ടോ. ഓക്കെ.